വാർത്തകൾ നോക്കാൻ വിശദമായി. ആഗോള അയ്യപ്പ സംഗമ വിവാദങ്ങൾക്കിടെ കുമ്മനം രാജശേഖരൻ പന്തളം കൊട്ടാരം സന്ദർശിച്ചു. ശബരിമല സംരക്ഷണ സംഗമ പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊട്ടാരം പ്രതിനിധികളുമായി ചർച്ച നടത്തി. സെപ്റ്റംബർ 22-നാണ് പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടക്കുന്നത്. വിവരങ്ങളുമായി പന്തളത്ത് നിന്നും PR ഗോകുൽ ചേരുകയാണ്. ഗോകുൽ, ഈ വിഷയത്തിൽ എന്താണ്, അതായത് അയ്യപ്പ ഭക്ത സംഗമത്തിൽ പന്തളം കൊട്ടാരം നിലപാട് വിശദീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടക്കാൻ പോകുന്നത്. എന്തൊക്കെ വിഷയങ്ങളാണ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്? എന്തൊക്കെയാണ് കൂടുതൽ ലഭിക്കുന്ന വിവരങ്ങൾ? രാഖി, അല്പസമയം മുമ്പാണ് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പന്തളം രാജകൊട്ടാരത്തിൽ സന്ദർശനം നടത്തിയത്. പ്രധാനമായിട്ടും ഇന്നലെ ശബരിമല കർമ്മസമിതി ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ട് നടത്തിയ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ യഥാർത്ഥ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് മറ്റൊരു പരിപാടി പന്തളത്ത് സെപ്റ്റംബർ 22-ന് ശബരിമല സംരക്ഷണ സംഗമം എന്നുള്ള പേരിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് എന്തായാലും കുമ്മനം രാജശേഖരൻ്റെ സന്ദർശനം പന്തളം കൊട്ടാരത്തിലുണ്ടായത്. കൊട്ടാരം പ്രതിനിധികളുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തുകയുണ്ടായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ വിശ്വാസ സംഗമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ചയായിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹം സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളും ലഭ്യമായിട്ടുണ്ട്. കൊട്ടാരത്തിൻ്റെ ഭാഗത്തു നിന്നും പിന്തുണ ലഭ്യമായിട്ടുണ്ട്. എല്ലാ കാലവും കൊട്ടാരം ഭക്തർക്കൊപ്പം തന്നെ നിലനിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന നടപടികൾ തന്നെയാണ് കൊട്ടാരത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്തായാലും ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ വിശ്വാസ സംരക്ഷണ സംഗമത്തിൽ അല്ലെങ്കിൽ ശബരിമല സംരക്ഷണ സംഗമത്തിൽ സാധാരണഗതിയിൽ പണക്കാരെ അല്ലെങ്കിൽ മറ്റേ സംഗമത്തിലെ പോലെ പണക്കാരെ മാത്രമായിട്ട് അല്ല ക്ഷണിക്കുന്നുണ്ടാവുക. സാധാരണക്കാരായ ഗുരുസ്വാമിമാർ ഉൾപ്പെടെ മുഴുവൻ ആൾക്കാരെയും ശബരിമലയുടെ ആചാരവുമായി ബന്ധപ്പെട്ട ഗുരുസ്വാമിമാർ, അതോടൊപ്പം തന്നെ ആലങ്ങാട് സംഘം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ആൾക്കാർ, ഗോത്രവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നുണ്ടാവും. അത്തരത്തിൽ യഥാർത്ഥ വിശ്വാസികളുടെ ഒരു സംഘവുമായി തന്നെ അത് മാറും. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്ന പരിപാടിയുടെ ഉദ്ദേശശുദ്ധി മാത്രമാണ് ഇവിടെ പ്രശ്നം. അത് മാത്രമാണ് ചോദ്യം ചെയ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആരോടും ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള കാര്യം പറയുകയില്ല. പക്ഷേ ആ പരിപാടിയുടെ ഉദ്ദേശം മനസ്സിലാക്കണം എന്നുള്ള കാര്യം മാത്രമാണ് എല്ലാവരോടും പറയാനുള്ളതെന്നാണ് കുമ്മനം പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊട്ടാരത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള മറ്റു പ്രതികരണങ്ങൾ കൂടി ഇതിനോടനുബന്ധമായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും ഈ കുമ്മനം അടക്കം സംസാരിച്ച വിഷയങ്ങളിൽ കൃത്യമായിട്ട് നിലപാട് കൊട്ടാരം അറിയിക്കും. വരുന്ന ദിവസങ്ങളിൽ തന്നെ കൊട്ടാരത്തിൻ്റെ മുതിർന്ന കാര്യപ്രതിനിധികളുണ്ട്. അവരുമായിട്ടൊക്കെ തന്നെ ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും കൊട്ടാരത്തിൻ്റെ നിലപാട് ഈ വിഷയത്തിൽ അറിയിക്കുക എന്നുള്ളതാണ് കൊട്ടാരം പ്രതിനിധി ഔദ്യോഗികമായിട്ട് നമ്മളോട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊട്ടാരം എല്ലാ കാലവും ഭക്തർക്കൊപ്പം തന്നെ ആയിരിക്കും നിലനിൽക്കുക എന്നും സർക്കാരിൻ്റെ പരിപാടിയുടെ ലക്ഷ്യം എന്താണ് എന്ന് തങ്ങൾക്ക് വ്യക്തമായിട്ടില്ല എന്നും കഴിഞ്ഞ ദിവസം ഈ കാര്യം ഔദ്യോഗികമായിട്ട് തന്നെ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് എന്നും കൊട്ടാരം പ്രതിനിധികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരുന്ന ദിവസം വിശദമായിട്ട് ഈ ശബരിമല സംരക്ഷണ സംഗമത്തിൻ്റെ അടക്കമുള്ള കാര്യങ്ങളിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ, അതിലുള്ള നിലപാടുകൾ കൊട്ടാരത്തിൻ്റെ ഭാഗത്തു നിന്നും അറിയിക്കുമെന്ന് തന്നെയാണ് എന്തായാലും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം വലിയ പ്രതിഷേധമായിട്ട് ആഗോള അയ്യപ്പ സംഗമത്തെ വലിയ പ്രതിഷേധമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിലവിൽ ശബരിമല കർമ്മസമിതി അടക്കം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ശബരിമല സംരക്ഷണ സംഗമവുമായി ബന്ധപ്പെട്ട പരിപാടികളുടെ നടപടികളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ശബരിമല കർമ്മസമിതി പ്രതിനിധികൾ ആഗോള അയ്യപ്പ സംഗമ വിവാദങ്ങൾക്കിടെ കുമ്മനം രാജശേഖരൻ പന്തളം കൊട്ടാരം സന്ദർശിച്ചു. ശബരിമല സംരക്ഷണ സംഗമ പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊട്ടാരം പ്രതിനിധികളുമായി ചർച്ചയാവുകയും ചെയ്തു. വിവരങ്ങൾ നൽകിയത് പന്തളത്ത് നിന്ന് PR ഗോകുലാണ്.